എല്ലാവർക്കും അറിയാം. ഇത് വേറെ ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഒരു കളഞ്ഞുണ്ട്. അത് മുഴുവൻ നടന്നൊരു സംഭവം. പ്രേം നസീറിനെ തേടി മദിരാശിക്ക് പുറപ്പെട്ടു പോയ കുഞ്ഞമ്മണിയുടെ കഥ. ഇതിൽ പറയുന്ന എല്ലാ കാര്യമുള്ളത് തന്നെ. അരിമ്പൂർ മരിയ ടാക്കീസിൽ സിനിമ മാറുന്നത് അതിരാവിലെയുള്ള രാമുണ്ണിയുടെ ചെണ്ട മുഴക്കത്തോടെയാണ്. കുന്നത്തങ്ങാടി മുതൽ തോൾസഞ്ചിയിൽ നോട്ടീസും ചെണ്ടയുമായി രാമുണ്ണി ഇറങ്ങി. ഒപ്പം ഒറ്റ മുളങ്കാലിൽ സിനിമ പോസ്റ്റർ ഒട്ടിച്ച ബോർഡുമായി ചെക്കൻ തങ്കപ്പനും. ദൂരെ നിന്ന് ചെണ്ടകൊട്ട് കേട്ടാൽ ചെറുബാല്യക്കാർ വീടുകളിൽ നിന്ന് കുത്തി ഒലിക്കും. നോട്ടീസിന് തമ്മിട്ടല്ല. ആ കൂട്ടത്തിലെ ഒരേ ഒരു പെൺകുട്ടി കുഞ്ഞമ്മണിയാണ്. അവൾക്കുള്ള നോട്ടീസ് തങ്കപ്പൻ പ്രത്യേകം കരുതി വെക്കും. ഒരു കടാക്ഷമായിരുന്നു അവനുള്ള അമൂല്യ സമ്മാനം. നോട്ടീസുകളെല്ലാം കുഞ്ഞമ്മണി ഭക്ത്യാദരപൂർവ്വം സൂക്ഷിക്കും. ദൈവങ്ങളുടെ പടത്തിനൊപ്പമാണ് പ്രേം നസീറിന്റെ സ്ഥാനം എന്നല്ല, ദൈവത്തിലും മീതെയാണ്. ദൈവത്തിന്റെ മുഖമായിരുന്നല്ലോ നിത്യഹരിത നായകന്. വെള്ളിയാഴ്ചയിലെ ആദ്യ ഷോയ്ക്ക് തന്നെ കുഞ്ഞമ്മണി വരും. ഒപ്പം 3 ഒടപ്പിറന്നോരും തന്ത കോരുട്ടിയും തള്ളച്ചിരുതയ്ക്കുമൊപ്പം. അവളായിരുന്നു പടനായിക. തറയിലിരുന്ന് അവർ സിനിമ കണ്ടു. ടാക്കീസിലിരുന്ന് കയ്യടിച്ചു, വെല്ലുവിളിച്ചു, സംഹരിച്ചു. അക്കാലത്തെ സിനിമാ കഥകൾ മുഴുവൻ കുഞ്ഞമ്മണിക്ക് കാണാപ്പാഠം. പ്രേം നസീറിനെ കുറിച്ച് അവർക്ക് എല്ലാം അറിയാം. അബ്ദുൽ ഖാദർ എന്നാണ് ശരിയായ പേര്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രേം നസീർ എന്ന് വെക്കും, പാടുമ്പോൾ യേശുദാസ് എന്ന് വെക്കും. നിമിഷ കവിയാണ്. വയലാർ എന്ന് പറയുന്നത് ആരെന്ന വിചാരം നമ്മുടെ നസീറേട്ടൻ തന്നെയെന്ന്. സകലകലാവല്ലഭൻ, വില്ലാളി വീരൻ, ദയാലു, മഹാധീരൻ, യോദ്ധാവ്, പ്രണയദേവൻ, ചിരഞ്ജീവി. പ്രേം നസീർ സാക്ഷാൽ ഗന്ധർവനാണ്. മനുഷ്യനായി വെറുതെ അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവരെയും അറിയാം, എല്ലാം അറിയാം. കുഞ്ഞമ്മണിയോട് ഒരു ഗൂഢാനുരാഗമുണ്ട്. കള്ളൻ ഒന്നും തുറന്നു പറയില്ല. പ്രേം നസീറിൽ ലയിക്കുന്ന കാലത്ത് കുഞ്ഞാമിന എന്ന് പേര് മാറ്റേണ്ടി വരും. 12ാം വയസ്സിൽ കുഞ്ഞമ്മണിക്ക് 20ന്റെ നിറവ്. കണ്ണാടി നോക്കി ചാന്ത് പൊട്ടിട്ട് കമലവിലാസ് കൺമഷി എഴുതി മുടി കോതിക്കൊണ്ടവൾ കിനാവ് നെയ്തു. എൻ്റെ കണ്ണുകൾ ശീലയെപ്പോലല്ലേ, എൻ്റെ കവിളുകൾ ശാരദയെപ്പോലല്ലേ, എൻ്റെ മാറിടം ജയഭാരതിയെപ്പോലെയല്ലേ. അന്നൊരു ദിവസം കോരുട്ടി പ്രഖ്യാപിച്ചു, പിള്ളേര് വലുതായി, ഇനി സിനിമ കണ്ട് നടന്നാൽ ശരിയാവില്ല, മതിയായില്ല എന്ന് കുഞ്ഞമ്മണിയുടെ മനം നേറി. ഊണിന് ആസ്ഥ കുറഞ്ഞു. നിദ്ര നിശയങ്കൽ പോലും ഇല്ലാതെയായി. രാത്രിയുടെ വാതിൽ തുറന്നു വരുന്ന ഗന്ധർവനില്ലാതെ ഇനി ജീവിതമില്ലെന്നായി. ഇന്ദുമുഖി എന്നു രാവിൽ എന്ത് ചെയ്യൂ നീ എന്ന് ഗന്ധർവൻ അവളിൽ ഇറഞ്ഞു. താമസം എന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ എന്നൊരു ചുഴലിക്കാറ്റ് കുഞ്ഞമ്മണിയുടെ വീടിനെ പിടിച്ചു കുലുക്കി. അവൾക്ക് അധീനയല്ലാതായി. കൊക്കാലയിൽ നിന്ന് അവളെയും വഹിച്ചുകൊണ്ട് ഒരു തീവണ്ടി മദിരാശിയിലേക്ക് കൂകിപ്പായി. ഒരു നിമിഷം തരൂ നിന്നെ അറിയാൻ എന്ന ഈരടി മനസ്സിലെ ടാറ്റിയും കുറുക്കിയും ഡോക്ടർ ബാലകൃഷ്ണനെ കാണാൻ സത്യൻ അന്തിക്കാടിന്റെ കന്നി മദിരാശി യാത്രയിൽ ഈ വണ്ടിയിലായി. അത്രമേൽ സ്വപ്നഭരിതമായ ഒരു യാത്ര മറ്റൊരു തീവണ്ടിക്കും ഉണ്ടായിട്ടില്ല. വർണ്ണപ്പകിട്ടുള്ള ഒരു സ്വപ്ന കൈലേസ് വീശി പ്രേം നസീർ ഏത് നിമിഷവും അവതരിക്കും എന്നവൾക്ക് ഉറപ്പായി. ഏത് തിരയിലും കയറി വരും, ഏത് കാറ്റിലും ഒഴുകി വരും എന്ന തീർച്ചയിൽ അവൾക്ക് ഊണുറക്കമില്ലാതെയായി.
മദിരാശി നഗരത്തിലെ എച്ചിൽക്കൂനക്കരികെ അവൾ കാത്തുനിന്നു. ദിനരാത്രങ്ങൾ പെയ്തൊഴിയുവോ? കുഞ്ഞമ്മണി കാത്തു നിൽക്കുന്നു എന്ന വിവരം അറിയാതെ പ്രേംനസീറിന്റെ കാർ രാപകലില്ലാതെ സ്റ്റുഡിയോകളിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാറിൽ ഗന്ധർവനാണ് എന്നറിയാതെ കുഞ്ഞമ്മണി കണ്ണു തുറന്നു പിടിക്കാൻ വൃഥാശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അവൾ പകലിനേക്കാൾ രാത്രിയെയും രാത്രിയേക്കാൾ പകലിനെയും ഭയപ്പെടുന്ന നിലയായി. ഹിംസ്ര മൃഗങ്ങളെക്കാൾ മനുഷ്യരെയും മനുഷ്യരെക്കാൾ ഹിംസ്ര മൃഗങ്ങളെയും ഭയപ്പെട്ടു. ശബ്ദത്തെക്കാൾ നിശബ്ദതയെയും നിശബ്ദതയേക്കാൾ ശബ്ദത്തെയും അവൾ പേടിച്ചു. കുഞ്ഞമ്മണിയുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പേടി കുത്തിയൊലിച്ചുകൊണ്ടിരുന്നു. യാർ നീ? ഏതോ പാതിരാക്ക് നടക്കുന്ന ചോദ്യത്താൽ ബീറ്റ് പോലീസ് അവളെ പിടികൂടി. കുഞ്ഞമ്മണി ഒരു കൊടും നിലവിളിയായി രൂപാന്തരപ്പെട്ടു. കൊല്ലപ്പെട്ട തൻ്റെ മകളുടെ നിലവിളി പോലാണതെന്ന് ബീറ്റ് പോലീസിന് തോന്നി. തലയ്ക്കുള്ളിൽ ഒരു മിന്നലുണ്ടായ പോലെ അയാൾ അച്ഛൻ്റെ കൈ നീട്ടി. കൊക്കാലെ റെയിൽവേ സ്റ്റേഷനിൽ കിതച്ചെത്തിയ മദിരാശി വണ്ടിയിൽ ആസക്തികളും സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവുമില്ലാത്ത ഒരു പെൺകുട്ടി ഇരു പോലീസുകാരുടെ കൈ പിടിച്ച് വന്നിറങ്ങി. കുഞ്ഞമ്മണിയുടെ വീട്ടുമുറ്റത്ത് വലിയൊരു ജനാവലി കാത്തു നിന്നിരുന്നു. ആരും കാണാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് തങ്കപ്പൻ തൂണും ചാടി. 3 നാൾ കൊണ്ട് പടുവൃദ്ധയായി തീർന്ന കുഞ്ഞമ്മണിയുടെ തള്ള ചിരുത ഒരിറ്റ് കണ്ണീർ പൊഴിക്കാനില്ലാതെ നരച്ച കണ്ണുകളോടെ അതിഥികളെ നോക്കി നിന്നു. മഹാപാപി എന്ന 1000 വട്ടം സ്വയം വിളിച്ച് ചുമരിൽ തലയിടിച്ച് വീണ തന്ത കോരുട്ടി ഇറയത്ത് കിടപ്പുണ്ട്. അവിശ്വസനീയമായ ഭയപ്പാടോടെ എറവിലെ മനുഷ്യർ പോലീസുകാരെ നോക്കി നിന്നു. അകത്ത് കയറിപ്പോയ കുഞ്ഞമ്മണി സിനിമാ നോട്ടീസുകൾ കയ്യിലെടുത്ത് തൂണും ചാരി നിന്ന് തങ്കപ്പനെ തിരിച്ചേൽപ്പിച്ചു. പൊയ്യാണ്, പൊയ്യാണ്, പൊയ്യാണ് ഉടപ്പിറന്നോരെ എന്നവൾ വലിയ വായിലേക്ക് വെള്ളത്തിരയെ തീ പിടിപ്പിച്ച നിലവിളിയായിരുന്നു. ആ കാലം അങ്ങനെ പോയി മറയും. മരിയ ടാക്കീസ് ഉൾപ്പെടെ ടാക്കീസുകളെല്ലാം പൂട്ടിപ്പോയി. ആധുനികതയുടെ പളപളപ്പും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവുമായി കുതിച്ചു വന്ന സേവന മൂവീസും അടച്ചുപൂട്ടി. ചെണ്ടകൊട്ടും വിളംബരവും സിനിമാ നോട്ടീസും ഇല്ലാതായി. പ്രേംനസീറും സത്യനും MGRും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പൊയ്യാണ്, പൊയ്യാണ്, പൊയ്യാണ് ഉടപ്പിറന്നോരെ എന്നൊരു നിലവിളി പാതിരാകളെ കീറി മുറിച്ചുകൊണ്ട് ഇന്നും വീശിയടിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങൾ കാത്തു നിൽക്കല്ല ഉണ്ടായത്. പ്രേംനസീറിനെ പ്രേമിച്ച് പോയതിൻ്റെ പേരിൽ ആ സ്ത്രീ ജീവിതകാലം മുഴുവൻ പരിഹസിക്കപ്പെടാനുണ്ടായത്, കളിയാക്കാനുണ്ടായത്. ബാക്കി എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായൊരു ലോകത്താണ് അത്രയൊന്നും സൗന്ദര്യമില്ലാത്ത കുഞ്ഞമ്മണി ജീവിച്ചത്. വേഗത്തിൽ ഓടുന്ന ബസ്, ഒറ്റ നമ്പറുള്ള ഒരു ബസ് ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അതിൽ ഒറ്റ സീറ്റിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവരുടെ വീട്ടുകാർ ആ ബസ്സിൽ തന്നെ വേറെ സീറ്റുകളിൽ ഉണ്ടാവും. അമ്മയും അപ്പനും ഒന്നിച്ചൊരു പിൻ സീറ്റിൽ, കുഞ്ഞാഞ്ഞ മറ്റൊരു സീറ്റിൽ. കുഞ്ഞാഞ്ഞയാവും ബസ് ചാർജ് കൊടുത്തു. അവൾ എന്തോ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാവും. അവർ തുണിക്കടയിൽ കയറി മടങ്ങുകയാവും. അവളുടെ വിവാഹമായിരിക്കും. പല കാലങ്ങളിൽ മനസ്സിൽ കണ്ട ഡിസൈനുകളിലെ സാരികളും ബ്ലൗസുകളും അവൾ ചോദിച്ചിരിക്കും. അതൊക്കെ പഴയ ഫാഷനാണെന്നും ഇവിടെ പുതിയതേ ഉള്ളൂ എന്നും കടക്കാർ പറഞ്ഞു കാണുക. അവൾ പുതിയ ഫാഷനിലെ തുണിത്തരങ്ങൾ വാങ്ങിക്കാണും.
അമ്മയും അപ്പനും കുഞ്ഞാഞ്ഞിയും ഓരോന്നെടുത്തോളൂ എന്ന് അവൾ പറഞ്ഞു കാണുക. മടിശീലയിൽ തിരുമ്മി നോക്കിയിട്ട് വീട്ടിലുള്ളത് തന്നെ അധികം എന്നവർ കണ്ണീർ ചിരിച്ചു കാണുക. അതിനു മുമ്പ് അവർ ഹൈറോഡിലെ സ്വർണ്ണക്കടയിൽ കയറി കാണുക. ഇഷ്ടപ്പെട്ട പണ്ടത്തിന്റെ വില കേട്ട് ഞെട്ടിക്കാണുക. ചുറ്റിലും വളഞ്ഞു നിൽക്കുന്ന കണ്ണാടികളിലെ തങ്ങളെ തന്നെ കണ്ട് തല കുനിഞ്ഞു കാണുക. പിന്നെ വിഷമത്തോടെ കൊക്കിലൊതുങ്ങുന്നത് കുത്തി തമ്മിൽ നോക്കാതെ ഇറങ്ങിക്കാണുക. ഒരു പക്ഷേ അവൾ ഒറ്റയ്ക്കായിരിക്കും. അവളുടെ വിവാഹം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കാണുക. അവളുടെ വീടിന്റെ ശേഷിക്കൊത്ത പൊന്നു ചാർത്തി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അവൾ ഭർതൃഗ്രഹത്തിൽ ചെന്ന് കാണുന്നു. അവൾ എത്ര പഠിച്ചു എന്നവർ ചോദിച്ചിരിക്കില്ല. അവളുടെ മനമഴക് നോക്കിയിരിക്കില്ല. പണ്ടം തിരിഞ്ഞു കാണും, പെട്ടി തപ്പി കാണും, പണം പരതി കാണും, ഇച്ചായൽ കോപിച്ചു കാണും. അവൾ പേടിച്ചു കാണും. അവളെ പടിയിറക്കി വിട്ടു കാണുക. സ്വപ്നങ്ങളിൽ നിന്ന്, ആഹ്ലാദങ്ങളിൽ നിന്ന്. ഒറ്റ നമ്പറുള്ള ബസ്സിൽ അവൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടാവും. കുണ്ടും കുഴിയും ചെളിയും മുള്ളും നിറഞ്ഞ ഇങ്ങേ ലോകത്ത് നിന്ന് അങ്ങേ ലോകത്തേക്കുള്ള കറുത്ത നിറമുള്ള ആ ബസ്. എന്തെങ്കിലും രാവണ്യ മാഷിനെ ഏകദേശം അരനൂറ്റാണ്ട് തികയാൻ പോകുന്ന കാവ്യജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിലാണ് മലയാളത്തിലെ ഒരു പ്രശസ്തമായ സാഹിത്യ പുരസ്കാരം മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഇനിയും പ്രസിദ്ധമാകാനിടയുള്ള ആ സമാഹാരത്തിൽ ലഭിച്ചത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ആണ് നമ്മളിവിടെ കുറച്ച് പേര് ഒരു വലിയ ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു റിഹേഴ്സൽ എന്ന നിലയ്ക്ക്, ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് ഒത്തുകൂടിയിരിക്കുന്നത്. പോവാൻ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ ഒന്നോ രണ്ടോ വാചകങ്ങൾ കൂടി പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. ഒരു വീട് പണിയുമ്പോൾ, മാഷിവിടെ ആദ്യം വായിച്ച കവിത വീട് എന്നതാണ്. ഒരു വീട് പണിയുമ്പോൾ മിക്കവാറും 90% ആളുകൾക്കും ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാവും. കുറച്ച് പേർക്ക് ഉണ്ടാവില്ല, സാമ്പത്തിക മറ്റു പല സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട്. അപ്പോൾ മിക്കവാറും ആളുകൾക്ക് പലവിധ സംഘർഷങ്ങൾ സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾക്ക് പോലും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് സ്വന്തം സഹോദരി ആ കുട്ടിക്ക് മുകളിലൊരു മുറി വേണമെന്നൊക്കെ ആഗ്രഹിച്ച് ആ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ വീടിൻ്റെ മുകളിൽ കയറുന്നു, റൂം നോക്കി വയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി ശാശ്വതമായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അനുഭവം കൂടി ഉണ്ടാകുമ്പോൾ ആ വീട് എന്ന കവിതയുടെ വികാര തീവ്രത കവി അറിയാതെ തന്നെ, അല്ലെങ്കിൽ അത് നമ്മൾ വളരെ ഇതായിട്ട് വരും. അപ്പം ആ ഒരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. മാഷ് ആ സംഭവത്തിന് ശേഷമാണോ ആദ്യമായിട്ട് കവിത എഴുതിയത്, അല്ലെങ്കിൽ സ്കൂൾ കാലത്താണോ കോളേജ് കാലത്താണോ ആദ്യമായി എഴുതിയ കവിത ഏതാണ്? ഇങ്ങനൊരു കാര്യം മാത്രമേ ഇപ്പോൾ ചോദിക്കാനുള്ളൂ. എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് എല്ലാവരും പോകാൻ അനുവദിക്കുന്നു. എല്ലാവർക്കും നന്ദി. മറുപടി കേട്ടിട്ട് പോവാം. കവിത എഴുത്ത് നമ്മളിവിടെ അങ്ങനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന ആളല്ല, നന്നായി മാർക്ക് കിട്ടുന്ന ആളല്ല, കളിക്കാനും ഓടാനും ചാടാനും പങ്ക് കളിക്കാനൊന്നും കഴിവില്ല. ജീവിതത്തിലെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും പിൻവാങ്ങേണ്ടി വന്ന ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ കിട്ടിയ ഒരു ഇടമാണ് കവിത എന്നുള്ളത്. ഇപ്പം ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ കവിത എഴുതാറുണ്ട്. കവിത എന്ന് ഞാൻ വിചാരിക്കുന്നത് എഴുതാറില്ല. ഇവിടെ ഒരു കലാസമിതി ഉണ്ടായിരുന്നു, ഭാരത് കലാമേള. അതിൻ്റെ കയ്യെഴുത്ത് മസിയിലെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കഥ എഴുതി. ആ കഥയിൽ എൻ്റെ കഥാകൃത്തിൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്. എൻ്റെ പേരതാണ്. എന്നെ തങ്കപ്പെട്ടെന്ന് വിളിക്കുക ഈ നാട്ടിൽ ഇപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. ഏതാണ്ട് LP UP കാലം മുതൽ ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ അറിയപ്പെട്ടിരുന്നു, അറിയപ്പെടാൻ തുടങ്ങിയത്.
അതൊരു ഗുരുതര അവസ്ഥയിലേക്ക് വന്നത് എഴുത്തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കർമ്മമായി തീരുന്നത് കോളേജ് വിദ്യാർത്ഥിയായ സമയത്ത് സെക്കൻഡ് ഇയർക്ക് പഠിക്കുമ്പോഴാണ് അംബികയുടെ വർത്തമാനങ്ങൾ കലാകുമാരി വരുന്നത്. ആ കാലത്ത് തന്നെ മെയിൻ സ്ട്രീമിൽ ഞാനുണ്ട്, ആ കാലം മുതലുണ്ട്. സീമന്തിരി ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ കുറിച്ചുള്ള ഇത് ശരിക്കും ആൾക്കാരുടെ സംഗതികളെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതല്ല, അങ്ങനെ തന്നെ ഇതില്ല. ഒരു കവിത ആയിത്തീരാൻ വേണ്ടിയുള്ള ചില ടെസ്റ്റിങ്, ചില കൂട്ടിച്ചേർക്കൽ, ചില നുണപറച്ചിൽ നമ്മൾ ചെയ്യാറുണ്ട്. സീമന്തിനി മറക്കാതിരിക്കാൻ പല ഉപായങ്ങളുണ്ടായിരുന്നു. ഷർട്ടിന്റെ അറ്റത്ത് കുടുക്കിടും, ട്രൗസറിന്റെ കീശയിൽ കല്ലിടും, നൂലിൽ കെട്ടിട്ട് കയ്യിൽ കിട്ടും, പ്രാർത്ഥിക്കും. എന്നിട്ട് എന്താ, ചൂരപ്പഴവുമായി പരമേശ്വരന്മാർ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം മറക്കും, മുട്ടുവിറക്കും, അറിയാതെ ട്രൗസറിൽ മൂത്രമൊഴിക്കും, സഹപാഠികൾ ആർത്ത് ചിരിക്കും. കൂട്ടച്ചിരിയിൽ പങ്കുചേരാത്ത ഒരേ ഒരാൾ സീമന്തിനി ആയിരുന്നു. തോറ്റു തൊപ്പിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൾ എന്നോടൊപ്പം തളർന്നു. അവളുടെ നാസിക്ക് കീഴെ വിയർപ്പ് പൊടിഞ്ഞു. പരിഭ്രമമായിരുന്നു അവളുടെ മുഖത്ത് എപ്പോഴും. ആരും കാണാതെ അവൾ എനിക്ക് ഉത്തരം എഴുതി കാണിച്ചു. കട്ടെഴുത്തുകാർ ക്ലാസ്സിൽ മുന്നേറിയപ്പോൾ നോക്കി എഴുതാൻ പോലും അറിയാത്ത ഞാൻ മണ്ട ശിരോമണിയായി. വഴിവക്കിൽ നിന്ന് ഞാൻ അവൾക്ക് പൂക്കൾ കൊണ്ടുകൊടുത്തു. ബ്ലൗസിനുള്ളിൽ നിന്ന് വിയർപ്പ് മണമുള്ള നെല്ലിക്കയെടുത്ത് അവൾ എനിക്ക് തന്നു. ഓണമുടക്ക് കഴിഞ്ഞു വരുമ്പോൾ ശർക്കരപ്പേരിയും കായവറുത്തുമായിരുന്നു അവളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് നിറയെ. അവൾ നെഞ്ചത്തടുക്കി പിടിച്ച് നടന്നിരുന്ന പുസ്തകങ്ങൾക്ക് ഉണ്ടായിരുന്നു വിയർപ്പ് മണം. അവളുടെ കണ്ണുകൾ നീലത്തടാകങ്ങൾ. ഇല്ലായ്മയും വല്ലായ്മയും നേരം കെട്ട നേരത്തെ ശല്യപ്പെടുത്താൻ എത്തുന്ന ചർച്ചക്കാരന് അവളുടെ കണ്ണുകള് വറ്റാത്ത ജലാശയങ്ങളാക്കി. അവസാന പരീക്ഷ കഴിഞ്ഞ് പിരിയുമ്പോൾ മറക്കല്ലേ മറക്കല്ലേ എന്ന് അവളുടെ നീലത്തടാകങ്ങൾ കരകവിഞ്ഞൊഴുകി. മറക്കില്ല മറക്കില്ലെന്ന് എൻ്റെ മൗനം വിറയാണ്. പിൽക്കാലം ട്രഷറിയിലെ കണക്ക് കൂട്ടിക്കിഴിക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടവേ ഞാൻ ചൂരപ്പഴം മറന്നു, ശർക്കരപ്പേരിയും നെല്ലിക്കയും മറന്നു, നീലത്തടാകങ്ങൾ മറന്നു. ഇന്നലെ രാത്രി കനത്ത മഴയിലും കാറ്റിലും പെട്ട് തെക്കേലെ നെല്ലിമരം കടപുഴകി വീണു. പൊരുതിത്തോറ്റ് അടിയറവ് പറഞ്ഞ് കിടന്ന നെല്ലിമരം വിയർപ്പ് മണമുള്ള നെല്ലിക്കകൾ എൻ്റെ കാൽക്കൽ വെച്ച് പ്രണമിച്ചു. ഞാൻ അവസാനത്തെ ഒരു കഥ ജലസ്തൂപം എന്ന് പറഞ്ഞ കവിത. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് മാസികളും സൂക്ഷിക്കുന്ന ആളല്ല. കവിത എഴുതി കഴിഞ്ഞൊക്കെ പോകും, അത് എവിടെ ഉണ്ടാവില്ല. എൻ്റെ കവിതാ പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് കവിതാ പുസ്തകം ഇറങ്ങുന്ന എല്ലാ പുസ്തകങ്ങളുടെയും പുറകിലാണ് സലീം രാജാണ്. സലീമിനെ വിളിച്ചാൽ പറയാം, സലീമെ പുസ്തകം ഇറക്കണം കേട്ടോ, കവിത എവിടേക്കുള്ളത് നോക്കാൻ പറയും. സലീമിനെ ഓർമ്മ വെച്ച് സലീം എല്ലാ കവിതയും ശേഖരിച്ച് കൊണ്ടുപോയി. അങ്ങനെയാണ് പൊതുവെ എൻ്റെ ഒരു എഴുത്ത് രീതി. ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ കമ്പ്യൂട്ടറിലായി കവിതകൾ ഉണ്ടാവുകയാണ്. ഈ കവിത എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെയുള്ള ജോസ് സുഹൃത്തുക്കൾ, അയാൾ വീട്ടിൽ വന്ന സമയത്ത് അയാളുടെ മൊബൈലിൽ ഒരു റിംഗ് ടോൺ വന്നു. ആ നല്ലൊരു കവിതയാണ്. കേട്ടപ്പോൾ ഒരു ഗംഭീര മധുരമായിട്ടൊരു കവിത.
ഞാൻ ചോദിച്ചു അയാളോട് ആരും ഞാൻ കേട്ടിട്ടില്ല മുമ്പ്, വളരെ ഇൻറ്റിമസി തോന്നുന്നു, നല്ല മധുരമായൊരു സംഗീതം, ഒരു കണ്ണീർ മധുരം. അപ്പം അയാൾ ഇത് മാസ്റ്റർ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയതേ, ഞാൻ എഴുതിയാവില്ല പല ഒയമ്പിയൊക്കെയോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ പോയിട്ട് മാധ്യമം 2000 ആണ്ടിലെ മാധ്യമം വിശേഷാൽ പതിപ്പ് കൊണ്ടുവന്നു. അതേ മാസ കവിത അത് കഴിഞ്ഞിട്ട് കൊല്ലം 5 കഴിഞ്ഞ ശേഷൻ്റെ ഈ പുസ്തകങ്ങൾ ഈ പുസ്തകത്തിലെ എവിടെയില്ല, അങ്ങനെ വന്നൊരു കവിതയാണ്. അപ്പോൾ ചൊല്ലി നോക്കിയപ്പോൾ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കവിതയുടെ ഒരു വാസ്തുവിദ്യ അല്ല അത്, അതിങ്ങനെ ഒരു സാങ്കേതിക പക്ഷി മറ്റുള്ളതാണ്. അതെങ്ങനെ പോയതാണ്. ആ സമയത്ത് ആകാശവാണി കവിത എല്ലാം വിളിച്ചു, 6 മാസം മുമ്പ് വിളിക്കാറുണ്ട്. അങ്ങനെ ചെന്നിട്ട് ഞാൻ കവിത വായിച്ചു, കവിത ടെലികാസ്റ്റ് ചെയ്തു. ആകാശവാണി ദേശീയ കവിസമ്മേളനം നടത്തുന്നത് എല്ലാ നിലയങ്ങളിലും ഉള്ള കവിതകളുടെ നോമിനേഷൻ വരും, അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ കേരളത്തിൽ നിന്ന് ഈ കവിത ഇവർ ആകാശവാണിയുടെ മൂപ്പന്മാരൊക്കെ കൂടി തീരുമാനിച്ചിട്ട് അയച്ചു കൊടുത്തു. അവരങ്ങ് സെലക്ട് ചെയ്തു ഡൽഹിയിൽ. അങ്ങനെ ആകാശവാണിയുടെ ദേശീയ കവി സമ്മേളനത്തിൽ ഞാൻ ഈ കവിത വായിച്ചു, കൽക്കട്ടയിൽ വെച്ച്. അത് ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഒരു കവിത വൃത്തിയിൽ വായിക്കുന്ന കാണാനില്ല. പക്ഷെ ഈ കവിത അന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഉള്ള കവികളുടെ കവിതകൾ അവതരിപ്പിച്ചു, അവരുടെ തീരത്തിൽ തളത്തിൽ വെച്ചു. പക്ഷേ എല്ലാവരും ഒരുപോലെ കൈയടിച്ചൊരു കവിത, ഭാഷ പോലും അറിയാണ്ടിരുന്നിട്ടും കൈയടിച്ച് അമ്പിക ഉണ്ടായിരുന്നു വന്നു കൈയടിച്ച കവിത. അവിചാരിതമായ കവിത അങ്ങ് നന്നായി പോയിരുന്നതാണ്. ആ കവിത ഞാൻ വായിക്കാം. ഇന്നും അതൊരു സമാധാനം വന്നിട്ടില്ല. ജലസ്തോത്രം. നിന്റെ കൈത്തലത്തിൽ ഞാൻ കൈയൊന്നു ചേർത്തേയുള്ളൂ, എത്രമേൽ മാറി ദേഹം കണ്ടാലറിയാത്ത പോൽ. കയ്യിലെ കഷ്ടരേഖ മഞ്ഞല്ലോ, പാദത്തിലെ വിണ്ടുകീറലും തൂർന്നു, മുഖത്തു നീ കെട്ടിയ നിത്യജീവിത പഴുപ്പൊക്കെയും വറ്റിയല്ലോ, വ്രണങ്ങൾ മറഞ്ഞല്ലോ, കണ്ണുനീർ മറഞ്ഞല്ലോ. നിന്റെ കൈത്തലത്തിൽ ഞാൻ കൈയൊന്നു ചേർത്തേയുള്ളൂ, എത്രമേൽ മാറി ദേഹം കണ്ടാലറിയാത്ത പോൽ. കയ്യിലെ കഷ്ടരേഖ മഞ്ഞല്ലോ, പാദത്തിലെ വിണ്ടുകീറലും തൂർന്നു, മുഖത്തു നീ കെട്ടിയ നിത്യജീവിത പഴുപ്പൊക്കെയും വറ്റിയല്ലോ, വ്രണങ്ങൾ മറഞ്ഞല്ലോ, കണ്ണുനീർ മറഞ്ഞല്ലോ. നിന്റെ മൂർധാവിൽ ഞാനൊന്നും വെച്ചതേയുള്ളൂ, എന്തൊരു മാറ്റം മുക്തയൗവനം വന്ന പോലെ. ക്ലേശഭാരങ്ങൾ തന്ന വെള്ളിനാരുകൾ മാഞ്ഞ കേശഭാരത്തിൽ കൃഷ്ണ തുളസി കതിരിൻ മണം. ശിരസിൻ പാതാളത്തിൽ ഭൂതങ്ങൾ ഒഴിയുന്നു, കൺകളിൽ ആനന്ദത്തിൻ തിരനോട്ടമായല്ലോ. നിന്റെ മൂർധാവിൽ ഞാനൊന്നും വെച്ചതേയുള്ളൂ, എന്തൊരു മാറ്റം മുക്തയൗവനം വന്ന പോലെ. ക്ലേശഭാരങ്ങൾ തന്ന വെള്ളിനാരുകൾ മാഞ്ഞ കേശഭാരത്തിൽ കൃഷ്ണ തുളസി കതിരിൻ മണം. ശിരസിൻ പാതാളത്തിൽ ഭൂതങ്ങൾ ഒഴിയുന്നു, കൺകളിൽ ആനന്ദത്തിൻ തിരനോട്ടമായല്ലോ.
നിന്നെ ഞാൻ എന്നിൽ ചേർത്ത് ലോകത്തെ പുറത്താക്കി ഗൂഢമായ അതികാഠം കെട്ടിപ്പുണർന്നേയുള്ളൂ. എത്രമേൽ മാറി ലോകം വാസന്തകാലം പോലെ രശ്മികൾ വാരിത്തൂവി ഹോളിതൻ കരകാട്ടം. പൂമരക്കാവടികൾ ഏഴുനിലയാടുന്നു, ആതിര പാട്ടുപാടി പക്ഷികൾ തിമർക്കുന്നു. നിന്നെ ഞാൻ എന്നിൽ ചേർത്ത് ലോകത്തെ പുറത്താക്കി ഗൂഢമായ വികാടം കെട്ടിപ്പുണർന്നേയുള്ളൂ. എത്രമേൽ മാറി ലോകം വാസന്തകാലം പോലെ രശ്മികൾ വാരിത്തൂവി ഓടിതൻ കരകാട്ടം. പൂമരക്കാവടികൾ ഏഴുനിലയാടുന്നു, ആതിര പാട്ടുപാടി പക്ഷികൾ തിമർക്കുന്നു. ചിലങ്കയണിപ്പാദം ഭൂവിൽ നീ തൊട്ടേയുള്ളൂ, മോഹന നൃത്തലാസ്യച്ചുവടും വെച്ചേയുള്ളൂ. എണീറ്റു തളിർക്കുന്നു മരിച്ച വൃക്ഷജാലം, പാടില തിരിച്ചെത്തി ശാഖയിൽ പച്ചയ്ക്കുന്നു. മായുന്നു മരുഭൂമി കാനന പച്ചപ്പുകൾ, തുമ്പിയാട്ടുന്നു ചുറ്റും ദൈവത്തിൻ നാടുപോലെ. ചിലങ്കയണിപ്പാദം ഭൂവിൽ നീ തൊട്ടേയുള്ളൂ, മോഹന നൃത്ത ലാസ്യച്ചുവടു വെച്ചേയുള്ളൂ. എണീറ്റു തളിർക്കുന്നു മരിച്ച വൃക്ഷജാലം, പാടില തിരിച്ചെത്തി ശാഖയിൽ പച്ചയ്ക്കുന്നു. മായുന്നു മരുഭൂമി കാനന പച്ചപ്പുകൾ, തുമ്പിയാട്ടുന്നു ചുറ്റും ദൈവത്തിൻ നാടുപോലെ. ഭീതിയും വ്യസനവും ഏശാത്ത ജീവജാലം കൊളുത്തി പകരുന്നു നീളവേ ദീപാവലി. സ്നേഹത്തിൽ തുടങ്ങുന്നു പാതകൾ മുഴുവനും, സ്നേഹത്തിലേക്കെത്തുന്നു പാതകൾ മുഴുവനും. മാനവ മാനസങ്ങൾ കാരുണ്യ വിഹാരങ്ങൾ, ഞാൻ നിന്റെ എന്ന് മിടിപ്പോ ഹൃദന്തങ്ങൾ. മരണാർത്ഥിയില്ലാത്ത വീടുകൾ പരസ്പരം അന്യരായാരുമേ ഇല്ലാത്ത മാനവർ. പട്ടട പുകയാത്തോരത്ഭുത ലോകം ഇതിൽ, പിറവി കരച്ചിലിൽ ഉത്സവ കണ്ണീർ മാത്രം. നിലാവിൽ പെയ്തിറങ്ങുന്നതാര് അരയന്നങ്ങളല്ലേ, മാരിവിൽ മുടിയിൽ ചോടി കളിയാടുന്നതുണ്ണികളല്ലേ. പൂവാടി തോറും പൂന്തേൻ മുകരുന്നതാര് തുമ്പികളല്ലേ. സംഗീതം കോർത്തു നമ്മി പൂക്കാലം നടുന്നതാർ പക്ഷികളല്ലേ. നർത്തനമാടിയാടി നൃത്തമായി നീ മാറുന്നു, ഗീതികൾ പാടിപ്പാടി ഗാനമായി ഞാൻ മാറുന്നു. ഗാനവും നൃത്തവും ചേർന്ന് അർത്ഥവും വാക്കും പോലെ പിരിയാൻ പാടില്ലാതെ ചേർന്നിരിക്കുന്നു. നർത്തനമാടിയാടി നൃത്തമായി നീ മാറുന്നു, ഗീതികൾ പാടിപ്പാടി ഗാനമായി ഞാൻ മാറുന്നു. ഗാനവും നൃത്തവും ചേർന്ന് അർത്ഥവും വാക്കും പോലെ പിരിയാൻ പാടില്ലാതെ ചേർന്നിരിക്കുന്നു. പൊറുക്ക ജീവനേ, പൊറുക്ക ജീവനേ, ഞാൻ എൻ്റെ സ്വപ്നം തിരിച്ചെടുത്തേക്കാം.
താങ്ങുവാൻ കെൽപ്പുണ്ടെങ്കിൽ നീ നിന്റെ സ്വപ്നവും മാച്ചുകൊള്ളൂ. ഞാൻ അവസാനം ഒരു 4 പേര് കൈ പിടിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വിളക്ക്. പറഞ്ഞോ. അപ്പൊ നമ്മളെ പെട്ടെന്നൊരു ദിവസം ഈ ഇരുട്ടത്തിന് ഇരിക്കുക, അല്ല വെളിച്ചത്തിങ്ങനെ ഇരിക്കുക. ഞങ്ങളേക്ക് പെട്ടെന്ന് കറണ്ട് പോകും. കറണ്ട് പോകുന്ന സമയത്ത് ആകെ ഇരുട്ട്. അടുത്തിരിക്കുന്ന ആളെ കാണാൻ പെട്ടെന്ന് അതൊക്കെ മാറി നക്ഷത്രങ്ങളുടെ വിളിച്ചു സാധാരണ സംഗതിയാണത്. പെട്ടെന്നുള്ള സംഗതി അങ്ങനെയാണ് ഈ കവിത അപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഇരുട്ട് പെയ്ത് വീണ് ഭൂതലം നിറയുമ്പോൾ വിളക്ക് വെളിച്ചം തരും. ഇരുട്ട് പെയ്ത് വീണ് ഭൂതലം നിറയുമ്പോൾ വിളക്ക് വെളിച്ചം തരും. വിളക്ക് കിടുമ്പോൾ നക്ഷത്രങ്ങൾ കിടുമ്പോൾ സൂര്യൻ. വിളക്കും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും കിടുമ്പോൾ എനിക്ക് നീയും നിനക്ക് ഞാനും വിളക്ക്. എണ്ണ തേടി നാം നാടിറങ്ങുമ്പോൾ കെടാവിളക്കുകളുടെ നിറമാല. എണ്ണ തേടി നാം നാടിറങ്ങുമ്പോൾ കെടാവിളക്കുകളുടെ നിറമാല. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ കാവ്യസന്ധ്യ, നിങ്ങൾ വന്ന നേരത്തെ കാവ്യസന്ധ്യ അവസാനിപ്പിക്കണം. എന്നാൽ അവസാനത്തെ വരി നിങ്ങളെ കേൾപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലും ഞാൻ അധ്യക്ഷന്റെ മൈക്ക് കൈമാറി. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയണ്ട? മാഷയുടെ ഒരു കവിത ചൊല്ലാന്നുണ്ട്. ചെറിയ കവിത, മാഷയുടെ ഒരു കവിത. നമ്മുടെ പ്രിയപ്പെട്ട രാവണി മാഷ്ക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് മാഷ് തന്നെ പറയുന്ന, നമ്മളൊക്കെ മനസ്സിൽ കരുതുന്ന ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ച വാർത്ത കേരളം മാത്രമല്ല ലോകത്തിലെ എല്ലാ മലയാളികളും ഉള്ളിടത്തേക്ക് നമ്മൾ കാവശ്യക്ക് എത്തിക്കുകയുണ്ടായിരുന്നു. വ്യക്തികളും മാഷ സുഹൃത്തുക്കളൊക്കെ ഫേസ്ബുക്കിലൂടെ അത് ഗംഭീരമായി പ്രചരിപ്പിച്ചിരുന്നു. മാഷിക്ക് അടുത്ത് വന്നിരിക്കുന്ന കുറേ അവാർഡുകൾ, ശക്തി അവാർഡ് മുതൽ അല്ലേ അടുത്തടുത്ത് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ മാഷ ഏറ്റവും കൂടുതൽ പറയുന്നത് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും അത് ഈ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ ഈ പുസ്തകത്തിന് തന്നെ ആവുന്നു. ഈ പുസ്തകത്തിലെ കവിതകൾ മാഷ് ചൊല്ലുന്നു, അതിന്റെ ചരിത്രം പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് മാഷ കവിതകളിൽ ഒക്കെ അടങ്ങിയിരിക്കുന്നൊരു നാടകീയത ഭയങ്കരമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അല്ലെ, നായനരനൊക്കെ നമ്മൾ ചേർപ്പിൽ ചെയ്തതാണ്. ഈ വായിച്ച പല കവിതകളിലും ഭയങ്കര നാടകീയതയുടെ അംശങ്ങളുണ്ട്. ശരിക്കും തിയേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള മാഷയുടെ ബന്ധങ്ങളും അറിയാതെ സംഭവിക്കുന്നുണ്ട്. കവിതയായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വളരെ സംഘർഷഭരിതമായിട്ടുള്ള നാടകത്തിന്റെ മുഹൂർത്തങ്ങൾ അടക്കം കണ്ടെത്താൻ പറ്റും, കഥാപാത്രങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റും. ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിനോട് പ്രതികരിക്കുന്ന വളരെ പൊളിറ്റിക്കലായിട്ടുള്ള, അതും അതിന് ആക്ഷേപഹാസ്യത്തിൽ തന്നെ ശക്തമായ കവിതകൾ എഴുതുന്ന ഒരു നിര ആളുകളിൽ മുൻനിരയിൽ തന്നെ മാഷുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ അത് ഒരു പ്രചോദനമാണ്. ഏറ്റവും ആദ്യകാലത്തെ കവിത മുതൽ ഓരോ ഘട്ടത്തിലും പൊളിറ്റിക്കൽ പോയംസ് എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും, പലരും അത് പേടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പൊളിറ്റിക്കൽ പോയം എഴുതി കഴിഞ്ഞാൽ പിന്നാലെ ഇനി വരൂ, വരൂ, പോലീസ് വരൂ, ഡൽഹിയിൽ നിന്ന് ആള് വരൂ, വ്യാജ കോള് വന്ന്, അങ്ങനെയൊക്കെയുള്ള ഒരു തരം ഭയം പിടികൂട്ടുന്ന ഒരു സമയത്ത് ഈ കവിത എന്നാ എഴുതിയെന്നറിയില്ല, നിശബ്ദത എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ടും മാഷയുടെ പൊളിറ്റിക്സ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു കണ്ണാൽ കണ്ടത് മറുകണ്ണറിഞ്ഞില്ല, ഒരു കാതാൽ കേട്ടത് മറുകാതറിഞ്ഞില്ല,
ഒരു കൈയെടുത്തത് മറുകൈ അറിഞ്ഞില്ല, ഒരു കാൽ നടന്നത് മറുകാൽ അറിഞ്ഞില്ല, കണ്ണോണ്ട് കണ്ടത് കാതോണ്ട് അറിഞ്ഞില്ല, കാതോണ്ട് കേട്ടത് നാവോണ്ട് അറിഞ്ഞില്ല, നാവോണ്ട് മിണ്ടിയത് കൈയോണ്ട് അറിഞ്ഞില്ല, കൈയോണ്ട് ചെയ്തത് കാലോണ്ട് അറിഞ്ഞില്ല, കാലോണ്ട് ഓടിയത് തല കൊണ്ടറിഞ്ഞില്ല, തലയിൽ ചുമന്നത് തോളിൽ അറിഞ്ഞില്ല, തോളിൽ അറിഞ്ഞില്ല, തോളിൽ നിറക്കിയത് താഴത്തോട്ടെത്തിയില്ല, താഴത്ത് നട്ടത് മീതേ നനച്ചില്ല, മീതേ മുളച്ചത് മോളിലേക്ക് എത്തിയില്ല. കണ്ണില്ല കാതില്ല കാലമാണല്ലോ, കയ്യില്ല കാലില്ല ഉടലാണല്ലോ, കാമ്പില്ല കരളില്ല കോലമല്ലോ, വേരില്ല കായില്ല തടിയാണല്ലോ, ഊക്കില്ല നാക്കില്ല ദേശമല്ലോ, ഊക്കില്ല നാക്കില്ല ദേശമല്ലോ. അത്തരമൊരു അവസ്ഥയാണ് ഈ ഏത് രേഖാധിപത്യ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നത്. ഊക്കും നാക്കുമില്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനെ എതിരെ അത്തരം പ്രവണതകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഈ കവിത. വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയം എന്നുള്ള രീതിയിലാണ്, അതിന്റെ ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിലാണ് നമ്മൾ ഈ അഭിനേതാക്കൾ കൈവയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. മാഷ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നുണ്ട്. മാഷ് അമ്മാളു അമ്മാളു പാടാൻ വരൂ. നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള പിള്ളേരെ വിളിക്കും പാടാൻ. അടുത്തതായത് അദ്വൈത് പാട്ട് പാടും. രക്ഷയില്ല. അമ്മാളു വേറെ പിള്ളേരായിട്ട് സെറ്റാക്കി ഒരു കേക്ക് കഴിക്കാന്ന്. പാട്ട് പാടാൻ എല്ലാവരും കാത്തിരിക്കല്ലേ? ഒരാൾ വിളിക്ക്, ആരെ പിന്നിൽ കാണണമെങ്കിൽ വിളിക്കും. ബാ മോളെ അങ്ങോട്ട് നീങ്ങിയേക്കാൻ പറയും. പക്ഷെ കാണണം, പിള്ളേരെ കാണാനില്ലല്ലേ. നിങ്ങൾ രണ്ടുപേരും ഇരിക്കും. മാഷെ ഇരിക്കും കാണില്ല. കണ്ണമാഷ ഇരിക്കും, അവള് നിന്നോട്ടെ. രാവണ മാഷ കണ്ണമാഷ ഇരിക്കും. ആ വേടാ കണ്ണാടിക്കൂടം കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവൽ പങ്കിരിവായോ കുഞ്ഞാറ്റ പെണ്ണിനൊരുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകി വായോ കുഞ്ഞാറ്റ പെണ്ണിനൊരുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകി വായോ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവേളം പൈകിളി വായോ. അടുത്തതായിട്ടാണ് നമ്മുടെ പാട്ടുകാരൻ വരുന്നത്. ഇല്ലുമിനാട്ടി അണ്ണൻ കല്യാണം കൊടുമടക്കും മിനാട്ടി പാപ്പ പബള പപ്പ പാപ്പ പബള പപ്പ പാപ്പ പബള പപ്പ പബള പപ്പ പബള പപ്പ കാനി മമഗനെ പൊമഗനെ മുത്തായവാൻ ഇന്നു സുദിവൻ തന്ദിവൻ തലവാൻ കാനും ഗട്ടു അസരസഗനെ സിംഗായവാൻ
കൈയടിക്കും അപ്പോ കാവിശികയുടെ ബാൻഡിലേക്ക് കുട്ടിപ്പട്ടാളം റെഡിയായിട്ടുണ്ട്. മാഷെ ഒരു ജസ്റ്റ് ചോദ്യം, ഈ സിനിമാ ഗാനരംഗത്ത് മാഷ് വന്നിട്ടുള്ള ഇതുണ്ട് തുടക്കം ഒരു മിനിറ്റ് പറയാം. ഞാൻ 6 സിനിമയ്ക്ക് പാട്ട് എഴുതിയേക്കണം. ഭാഗ്യവശാൽ ആരും കേട്ടിട്ടില്ല. ആ സിനിമ ഒന്നും തിയേറ്ററിലൊന്നുമില്ല. ആദ്യം എഴുതിയ പാട്ട് ശരിക്കും നല്ലൊരു പണികൾ തന്നെയാണ് ഞാൻ ചെയ്തത്. 91 സ്വരൂപായിരിക്കും. സ്വരൂപത്തിലെ 2 പാട്ടുകളും അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് 2 പോക്കണം. അന്ന് ഇങ്ങനെ പോക്ക് ഒന്നും ആൾക്കാരൊന്നുമില്ല. അല്ല ഭാസ്കര മാഷൊക്കെ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം വന്ന ഒരു കാലത്ത് ഇതുപോലെ ശരിക്കും ഒരു തൊഴിലുറത്ത് പാട്ട്, തോറ്റം പാട്ട്, ഈ പാട്ടുകൾ എഴുതലാണ്. അത് KR മോഹനന്റെ സംവിധാനം, പിയുടെ നിർമ്മാണം. നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണത്. അത് ആ ഫിലിമിന് നാഷണൽ അവാർഡ് കിട്ടി. അതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ വന്ന റിവ്യൂല്, ആ സിനിമയെ കുറിച്ചുള്ള റിവ്യൂല് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയത് എൻ്റെ പാട്ടിനെ കുറിച്ച് വരികളെ കുറിച്ചിട്ടാണ്. പിന്നെ പ്രിയന്റെ സിനിമ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അത് ഞാൻ എഴുതിയൊരു കവിതയുടെയാണ്. ഞാൻ എഴുതി വേറൊരു കവിതയെ പാട്ടാക്കി മാറ്റിയതാണ്. പക്ഷെ അത് ഗംഭീരമായിട്ട് സീതാരൊക്കെ പാടുന്നു. സീതാരയുടെ ഇതിനെ കുറിച്ച് ഗംഭീരമായിട്ട് പാടുന്നതാണ്. അത് നല്ല ഒരു പാട്ടായിട്ട് തോന്നി. പിന്നെ സുനിൽകുമാർ സംഗീതം, പിന്നെ പ്രദീപിൻ്റെ ഉണ്ട്, പിന്നെ വിനയൻ്റെ സിനിമയ്ക്കുണ്ട്, പിന്നെ ഇപ്പോൾ സിനിമയ്ക്ക് എഴുതിയിട്ടുണ്ട്. നജസ് എന്ന് പറഞ്ഞൊരു സിനിമ ശ്രീധ, ആ സിനിമയ്ക്ക് നന്നായി പറയുന്നത്. അപ്പം അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ഭാഗ്യത്തിന് പാട്ട് എഴുതിയ കാര്യം ഞാൻ മാത്രമേ അറിയുള്ളൂ. മുല്ലൻ മാഷാണ് എന്നെ കവിതയിൽ കൈപ്പിടിച്ച് കൊണ്ടുവന്നു. എൻ്റെ കവിത ഇത്രയും അമ്പിയുടെ വർത്തമാനങ്ങൾ ഞാനൊരു സ്ഥലത്ത് വായിക്കുന്നത് കേട്ട് ആ കവിത മേടിച്ചുകൊണ്ട് പോയത് മാത്രമല്ല, അങ്ങനെ ആ ദിവസങ്ങളിൽ സഞ്ചരിക്കുന്ന എല്ലാ വീടുകളിലും പോയി കവിത ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. അത്ര ഗംഭീരമായിട്ട് സംഭവമാണെന്നുള്ള മട്ടി. TG രവിയൊക്കെ എൻ്റെ പേര് കേൾക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെയാണ്. മുല്ലൻ മാഷ് വായിച്ചിട്ടുണ്ട്. കലാകമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തത് മുല്ലൻ മാഷ് ഞാൻ കൂടിയാണ് പോയത്. കൊടുക്കുമ്പോൾ മുല്ലൻ മാഷ് പറഞ്ഞൊരു വാചകം, തൃശ്ശൂരിൽ ഞാൻ കാണുന്ന ഒരു തീയാണ്, എനിക്കിത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അപ്പോൾ നോക്കി, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ചെയ്യില്ല. ഞാൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഒരു കവിത വായിച്ച് അതിൻ്റെ ഉന്മാദത്തിൽ കിടന്ന് നടക്കുക, ആ കവിതയുടെ അറ്റം വരെ ഒന്നും ചെയ്യാം. ഗദ്യം എഴുതുമ്പോൾ ഒരു സ്ഥലത്ത് തയ്യാറാക്കുന്നത്. അശോകന് ഞാനും ഉണ്ട്, മാഷ 2 ഇടങ്കഴിഞ്ഞ് വിലങ്കഴിയായിട്ട്. പക്ഷെ എന്നോട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഞാൻ എഴുതുന്നത് മാഷ്ക്ക് ബോധ്യം. അത്ര കൃത്യമായിട്ട് പറയുന്നത് ഒരു നോട്ടീസുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഒരു കാര്യം വേണം, അതിലാവുന്ന പറയാം. അപ്പം എല്ലായ്പ്പോഴും അങ്ങനെയാണ്. മാഷ് പങ്കെടുക്കുന്ന കവിതകളെ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത് എത്രയോ പ്രാവശ്യം. ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായൊരു സംഭവമാണ്. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എന്നെ പറയും. ഞാൻ P. ഭാസ്കരൻ മാഷൊക്കെ ഒന്നിച്ചിരുന്ന് ജലപാനം കഴിച്ച സദസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുല്ലൻ മാഷൊക്കെ. അങ്ങനെയുള്ള നമുക്ക് എത്തിച്ചേരാൻ ഇടയില്ലാത്ത വലിയ ഇടങ്ങളിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് അവിടെയൊക്കെ മുമ്പിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യണത് നമ്മൾ എത്രയോ വലിയൊരാളാണെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഇത്ര ഉള്ളതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം, അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടൊരാൾ പുള്ളിക്ക് ചെയ്ത ഒരാൾ. മാതൃഭൂമിയിലും മാഷേക്കാൾ മുമ്പ് എൻ്റെ കവിതയുണ്ട്. എനിക്കൊരു അവാർഡ് കിട്ടിയതായിട്ട് മാഷ് വന്നുകൂടാ.
മാഷിൻ്റെ വീട്ടിൽ പിള്ളേരുണ്ടാവാണ്. മാഷ് വേറെ പരിപാടി മുഴുവൻ മാറ്റി വെച്ചിട്ട് അവാർഡ് മേടിക്കാൻ ഞങ്ങളുടെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കുഞ്ചുപിള്ള അവാർഡ് ഇവിടെ വരുമ്പോഴേ കേൾക്കുന്നത്. വേറെ എവിടേക്കും പോയാലും നേരെ അങ്ങനെ പോകും. അങ്ങനത്തെ ഒരു ജീവിതം ഏത് വാതിലേക്കും കയറി വരും. ചില ദിവസം ഷട്ടിലാണ്ടൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് രാത്രി 2 മണിക്ക് കയറി വരും. അമ്പിയെ ദോശ ഉണ്ടാക്കാൻ പറയും. മാഷ വീട് തന്നെയാണത്. എനിക്കുള്ളേക്കാൾ കൂടുതൽ അധികാരം മാർക്കുണ്ട്. അമ്പിയെ ദോശ ഉണ്ടാക്കി വിളിക്കും ആള് ഓഫായി ഉണ്ടാവും. അപ്പം കഴിക്കൽ മിക്കവാറും ഞാൻ തന്നെ അറിയാതെ കഴിക്കേണ്ട അവൾ തന്നെ കഴിക്കും. വീട് മാഷ വീടാണ്. ഈ അയൽക്കാർ മുഴുവനും ഒക്കെ പേര് വിളിച്ചവർ ചെയ്യും. എല്ലാവരും നാട് മാഷ നാടാണ്. ആൾക്ക് തോന്നിക്കുന്നില്ല. ഇപ്പം നമ്മുടെ കീശയിൽ ഒരു 10-500 പിള്ളേർ വിചാരിക്കാലോ അങ്ങനെ ഉണ്ടെങ്കിൽ മുള്ളി മാസം വേറെ കീശൊന്നുമില്ല. മാസം ഉടനെ 500 ചിന്തിച്ചു. കൊല്ലത്ത് വെച്ച് ഞാൻ പുതിയ സ്വത്ത് ആദ്യമായിട്ട് ധരിക്കാൻ നോക്കും. ഷർട്ട് മേടിച്ചോണ്ട് ഞാൻ ഇവിടെ ശരിയാവുന്നില്ല. മറ്റു വലിയ ദൂരെ ഞാൻ മാസിട്ടു പാകമാവും ഷർട്ട് മാറ്റി. അപ്പോൾ ഒരു കീശ എന്നുള്ളത് മറ്റൊരാളുടെ കീശയാണല്ലോ, മറ്റൊരാളുടെ അക്കൗണ്ടാണെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനി മാസ കയ്യിൽ കാശ് നമുക്ക് തരുന്നു ഒരു കണക്കില്ല, ഒരിക്കലും ചോദിച്ചില്ല. 2 കാര്യം ഞാൻ പറയാം. മുല്ലൻ ഭാഷയെ കുറിച്ച് ഞാൻ ഒരുപാട് ലേഖനങ്ങളുണ്ട്. ആ ലേഖനം വരുന്ന സമയം ഒന്ന് എനിക്കൊരു കടം ഇവിടെ ക്ലബിൽ നിന്ന് ഞാൻ കുറച്ച് കാശ് കടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ജവാൻ ക്ലബിൻ്റെ വാർഷികം കഴിഞ്ഞിട്ട് 5000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് ഞാൻ തരാം. പക്ഷേ എന്നെ വലിയ ബഹുമാനമൊക്കെയാണ്. ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളൊന്നും സ്വാഭാവികമായിട്ടും ഞാൻ കൊടുത്തില്ല. മുല്ലൻ ഭാഷ ശിക്ഷയില്ല. നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊരു ദിവസം വന്നു പറഞ്ഞു ഞാൻ കമ്മിറ്റി കൂടാതെ കാശ് വേണം 5000 രൂപ. അപ്പോൾ ഞാൻ തരാം, അടുത്ത ആഴ്ച തരാം. അടുത്ത ആഴ്ച വരെ വീണ്ടും വന്നു. പറയേണ്ട അതിനൊന്നും കാശ് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞാൽ എന്താ തിങ്കളാഴ്ച പൈസ തരാം. അപ്പോൾ അവർ ചോദിച്ചു അല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ തരാമെന്നല്ലേ. ഞങ്ങൾ അത് സ്നേഹത്തിലാണല്ലോ അടുത്ത് അകർച്ചവരെ എന്നെ ഏറ്റവും ബഹുമാനിക്കുമ്പോൾ ഞാനൊരു കടുപ്പത്തിൽ വാക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് തരുന്നത് ആ കാശ് കൊടുക്കേണ്ട അവസാന സെക്കൻഡ് വരെ എനിക്കത് ഓർമ്മയുണ്ടാവില്ല. അവസാനം നേരത്തേക്ക് ഓർമ്മ വരും. കാശ് കൊടുക്കേണ്ട ദിവസമുണ്ട്, കാശില്ല. ശരിക്കും പറഞ്ഞാൽ അത് ജീവിതത്തിൽ മനസ്സിലിടയ്ക്കുള്ളൊരു സമയമാണ്. കാരണം പൈസ കിട്ടുന്ന വഴി കൊടുക്കാൻ പറ്റില്ല. അത് അവർ രാത്രി വരുമ്പോൾ കാശില്ല എന്ന് പറയാൻ പറ്റില്ല. വളരെ നിസ്സാരമായ സംഗതിയാണ്. പക്ഷെ അത്രയും നിസ്സാരമല്ല. ഞാൻ ഇവിടുത്തെ ടൗണിലേക്ക് പോയി. ശരിക്കും പറയാൻ ഞാൻ പോണത് അവരുടെ വരവിൽ നിന്ന് ഞാൻ രക്ഷപ്പെടലാണ്, എന്നേക്കുമായി രക്ഷപ്പെടലാണ്. ഈ പറഞ്ഞ വാക്കാ തന്നെയാണ്. അപ്പം നമ്മൾ മുല്ലമാഷ ജയരാജുമാർക്കും കൂടുതൽ സംഘം അവിടെ ജയ ബാക്കയുടെ അവിടെ നിന്നിട്ട് അവർ നാടകം കളിക്കാൻ പോകും. ജോസ്പിള്ള നാടകം. ഞാൻ പറയും മാഷ വിളിക്കാൻ പറഞ്ഞു. മാഷ കിടപ്പി സമാനമായി. മാഷെ ഇങ്ങനെ സംഭവമുണ്ട്. ജവാനാണ് കാശ് കൊടുക്കും. ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞു. കാശ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ജീവിച്ചൊരു കാര്യം താൻ അങ്ങോട്ട് ചെല്ലണം. തൻ്റെ ജീവൻ്റെ വില തനിക്ക് കഴിഞ്ഞാൽ അവർക്കറിയാം. താൻ ചെന്ന് വരെ കാശ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാഷ് വിട്ടു. ഞാൻ കൃത്യം തന്നെ ഞാൻ ഓക്കെ ആയി. ആ ഒരു വാക്കിന് ഒരു ജീവൻ്റെ വിലയാണ്. നിസ്സാരം തോന്നാത്ത നിസ്സാരമല്ല. അങ്ങനത്തെ ഒരാളാണ്. വേറെ ഒരു കാര്യം പറയാം. കടം മേടിക്കുന്ന നമ്മൾ ബാങ്കിൽ ലോൺ അടയ്ക്കുന്ന ഡേറ്റ് ആകുമ്പോൾ എനിക്ക് കാശിനായാലും മുല്ല മാസം ഞാൻ പറയും മാഷെ കാശിലേക്ക് ആദ്യം പ്രശ്നമായിട്ടാണ്. മാഷ് നടന്നു പോയി കാശ് കളക്ട് ചെയ്യും. മാഷ് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉറപ്പില്ല. ഇതാള് ഈ പറഞ്ഞ രാമനിക്ക് ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് വിശ്വാസമില്ല. കാരണം മാഷ് സ്മോൾ അടിക്കാനല്ലേ. മാഷ് സ്മോൾ അടിക്കാൻ വേണ്ടി കാശ് കൊടുക്കുമ്പോൾ പലരും വിചാരിക്കുക സഹപ്രവർത്തകർ പോലും കാശ് കൊടുക്കില്ല. പക്ഷെ മാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര. കാരണം എനിക്ക് ഫോൺ ചെയ്യണം, കാശായിടാ കാശായി. അപ്പം എനിക്ക് ടെൻഷനില്ല. അത് മുല്ല മാസം ഞാൻ പറഞ്ഞിട്ടല്ലോ. അപ്പോൾ കാശായി ഞാൻ ബാങ്കിൽ പോയി ലോൺ എടുത്തു. കുറച്ച് പൈസ ബാക്കിയുണ്ട്, ഒരു 10-300 രൂപ. ഞാൻ പറഞ്ഞ മാസം എനിക്ക് സ്മോൾ അടിക്കാം. മാസം സ്മോളിൽ നിർത്തിയ സമയം. അപ്പോൾ ശരി സാറില്ല ഞാൻ കൂടെ വരാം പോകും. അപ്പോൾ അങ്ങനെ ഞാനൊരു സ്മോൾ മേടിച്ചു കഴിച്ചു. ആ മാസം പറഞ്ഞു കാര്യം ചോദിച്ചു സ്മോൾ എനിക്ക് ആയിക്കോട്ടെ. സ്മോൾ കഴിച്ചാൽ പ്രശ്നമില്ല. 1, 2, 3 നന്നായി സ്മോൾ അടിച്ച് മാഷ് വഴിക്ക് പോയി. ഞാൻ എൻ്റെ വഴിക്ക് പോയി.
മാഷ് പോകണമെടുത്ത സംഭവം പോലീസുകാർ തെരുവിൽ കിടന്നു തുടങ്ങിയ ആൾക്കാരെ അടിച്ചോടിക്കും പോലീസ്. മാഷ അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചൊരു മാഷ് പോയില്ല. മാഷ അവിടെ ഇറങ്ങിയത് ശബ്ദം ഭയങ്കര ശബ്ദം. എന്താണെന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു, നീ ആരാ ഒരു അടിപിടിക്കാൻ ഒരു മാഷ് പഠിപ്പിച്ച് ചെയ്തു അല്ല കൊണ്ടുപോയി ലോക്കപ്പിൽ ഈ പിച്ചക്കാരുടെയും ഈ കൂട്ട ആൾക്കാരെ കൂടെ കൊണ്ടുപോകും. പിറ്റേ ദിവസം രാവിലെ SI വന്നിട്ട് കാകരത്ത് നോക്കുന്നുണ്ട്. മാഷെന്താ ഇവിടെ എന്ന് ചോദിച്ചു. മുള്ളും മാഷിനോട് നല്ലതാണ് ദീപന പിടിച്ചോണ്ട് തന്നെ അയാൾ എന്താ ചീത്ത പിന്നെ ധാരാളം. ഞാൻ അന്നേരം കടം വീട്ടിൽ രാത്രി ഞാൻ വീട്ടിൽ സുഖമായിട്ട് കിടന്നു പറഞ്ഞു. കടം കൊണ്ടുപോയി സമാധാനമായി എന്ന് പറഞ്ഞു. മാഷ് പോലീസ് സംഭവം ഞാൻ കാരണം വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള സംഭവം ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇതേപോലെ തന്നെ ഒരു കൂടുതൽ കഴിഞ്ഞ് തിരിഞ്ഞു മുള്ളൻ ഭാഷ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വരില്ലുണ്ടായി. ഞാൻ സാഹിത്യ അക്കാദമിയിൽ അവാർഡ് പ്രഖ്യാപിക്കാം. അപ്പോൾ എനിക്കൊരു കാര്യമാണ്, കഴിഞ്ഞ കൊല്ലം KG ശങ്കരപിള്ളയ്ക്ക് അവാർഡ്, ചെറിയ അവാർഡ് എന്ന് പറഞ്ഞാൽ തിക്കുശ്ശിയുടെ മോളുടെ പേരിലുള്ള ബാല യുവകവി പുരസ്കാരം, അത് KGS പ്രഭാവർമ്മയ്ക്ക് മേജർ അവാർഡ്. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നമായി, ഇങ്ങനെ നിശ്ചയിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം സംഭവം ഇക്കൊല്ലം അവാർഡ് KGS-നായിരിക്കും. ഒരു ഒത്തുറപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇത് ഒരു കാര്യമില്ല. എനിക്കറിയേണ്ടത് ഞാൻ മാഷെ നമുക്കിതൊന്നും നോക്കി പോകാൻ മാഷ് അതൊന്നും ഉണ്ടാക്കി പോകാൻ നിൽക്കണ്ട, ഈ കടയിൽ നോക്കി പോക്കോ. ഞാൻ പോകുന്നു മാഷൊക്കെ പോയി. ഞാൻ അക്കാദമി ചെന്നപ്പോൾ ഇങ്ങനെ മാഷ്ക അവാർഡ് കവിതയ്ക്കല്ല നാടകത്തിന് മാഷ്ക സമതലം നാടകത്തിന് മാഷ്ക അവാർഡ്. ഇക്കാര്യം മാഷ് അറിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ആണെങ്കിൽ മാഷ് തുടങ്ങിയ മാഷ് അറിഞ്ഞാൽ മാഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരെ ബസ്സിൽ പോകുന്നു. മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണില്ല, ഒന്നുമില്ലാത്തൊരു കാലം. എൻ്റെ ഉള്ളിൽ നിന്ന് മാഷോടെ ഞാൻ പറയണത് മാഷ് എവിടെ ഉള്ളതെന്ന് അറിയിക്കാൻ പറ്റണില്ല. മാഷ്ക്ക് ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുക. ഇനി ഞാൻ വീട്ടിലെത്തി മാഷ് കാര്യം പറയാം. മാഷ് ഉള്ളൂർക്ക് ബസ് വരാൻ വേണ്ടി KSRTC പോയി. KSRTC നിൽക്കുന്ന സമയത്ത് ഒല്ലൂർക്കുള്ള ബസ് വരുന്നില്ല. അങ്ങനെ പാലക്കാട് ബസ് വന്നു. എന്നാൽ ശരി പാലക്കാടേക്ക് പോവാം. മാഷ് നേരെ ബസ്സിൽ കയറി പാലക്കാടേക്ക് പോയി. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ താവലുണ്ട്. TRH PWD ഉണ്ട്. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. അത് നമ്മൾക്കൊരു താവലാണ്. മാഷ് നേരെ ചെന്ന് അവിടെ റൂം എടുത്തു, സ്മോൾ അടിച്ചു, കിടന്നു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ആൾ പുറത്തേക്ക് അറിയും. ഇപ്പൊ നവാബ് രാജേന്ദ്രൻ ഉണ്ട് അവിടെ. നവാബ് പറഞ്ഞു, മാഷെ ഫോട്ടോ ഗംഭീരമായിട്ടുണ്ടല്ലോ. എന്ത് ഫോട്ടോ? മാഷ ഫോട്ടോ. അതെന്താ അങ്ങനെ? എന്തിനാ എൻ്റെ ഫോട്ടോ പറഞ്ഞത്? ഞാൻ അവിടെ ഇട്ടു, ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പളാ പറഞ്ഞ മാഷ്ക്ക് അവാർഡ് ഇതേ നോക്കാം. മാഷ എനിക്ക് പറഞ്ഞത് ഇങ്ങനെയുള്ള ചില വിചിത്രമായ സംഭവമുണ്ട്. അന്ന് നേരെ ഞാൻ മാഷ വീട്ടിലെത്തി. അവിടുത്തെ താവളത്തിലൊരു പകലുമാണ് ചിലവഴിച്ചിരുന്നത്. ഇങ്ങനെയുള്ള മറക്കാനാവാത്ത ഒരുപാട് നീറുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ കഥകൾ മുല്ലം മാഷുമായി ബന്ധപ്പെട്ടുണ്ട്. വേറെ പലരുമായി ബന്ധപ്പെട്ടുണ്ട്. ഒക്കെ വഴിയെ പറയാം. ഒരു തീയൊരു പാട്ട് പാടണത്, ഒരു പാട്ട് പാടിയിട്ട് അപർണ നന്ദി പറയാം. അവരുടെ പാടാനോ പറഞ്ഞേ? അത് അന്ന് കവിത കേട്ടിക്കോ. അപർണ വന്നല്ലേ, അതിനുശേഷം പാടിക്കോളൂ, എന്നിട്ട് നിർത്താൻ മതി. നന്ദി മസൂരാണ്. രണ്ടും കൂടി ഇല്ല. അപ്പൊ പിന്നെ ഇന്ന് അത് കഴിഞ്ഞിട്ട് മതി, ഒരുമിച്ചാവാം. നന്ദി അത് ലേറ്റായിട്ട് വന്നാലും നന്ദിക്ക് കുറവൊന്നും വേണ്ട. എപ്പോ ഒരു പായസം നല്ല ഭക്ഷണം പാലടാ നമുക്ക് കിട്ടി, നമ്മളൊക്കെ കഴിച്ചു. വൈകൊന്നും ഓർക്കില്ല. മാഷ്ക്ക് ഇപ്പോൾ കിട്ടിയ ദേശാഭിമാനി അവാർഡ് ലഭിച്ച മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന സമാഹാരത്തിലെ പ്രച്ഛന്നവേഷ മത്സരം എന്ന കവിത
എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും അടുപ്പമുള്ളൊരു കവിതയാണ്. കാരണം ഇതിൽ QR ചെയ്തിട്ടുള്ളത് എൻ്റെ ശബ്ദം വെച്ചിട്ടാണ്. വട്ടക്കണ്ണട ശുദ്ധമൊട്ടത്തല ഒറ്റ മുണ്ടൊടുക്കാനും പുതയ്ക്കാനും സ്നേഹനിർമ്മലം സുന്ദരം ശരി സൂര്യനെ പോലെ മിന്നുന്ന കണ്ണുകൾ വട്ടക്കണ്ണട ശുദ്ധമൊട്ടത്തല ഒറ്റ മുണ്ടൊടുക്കാനും പുതയ്ക്കാനും സ്നേഹനിർമ്മലം സുന്ദരം ശരി സൂര്യനെ പോലെ മിന്നുന്ന കണ്ണുകൾ ഗാന്ധി വേഷഭൂഷയണിഞ്ഞിതാ നാഥുറാം ഗോഡ്സെ നിൽപ്പാണരങ്ങത്ത് ഗാന്ധി വേഷഭൂഷയണിഞ്ഞിതാ നാഥുറാം ഗോഡ്സെ നിൽപ്പാണരങ്ങത്ത് ഗാന്ധി വേഷക്കാർ മത്സരിക്കുമ്പോൾ നീ ജയിക്കുകയില്ല മഹാത്മാവേ ഗാന്ധി വേഷക്കാർ മത്സരിക്കുമ്പോൾ നീ ജയിക്കുകയില്ല മഹാത്മാവേ നേരു കാട്ടുകയല്ലിന്നു വേണ്ടത് നേരുപോലെന്ന് കാട്ടി ജയിക്കണം നേരു കാട്ടുകയല്ലിന്നു വേണ്ടത് നേരുപോലെന്ന് കാട്ടി ജയിക്കണം അസലല്ലിന്നു വാഴ്വതരംഗത്ത് പ്രച്ഛന്നമല്ലോ ജയിക്കുന്നു നിത്യവും അസലല്ലിന്നു വാഴ്വതരംഗത്ത് പ്രച്ഛന്നമല്ലോ ജയിക്കുന്നു നിത്യവും പ്രച്ഛന്നമല്ലോ ജയിക്കുന്നു നിത്യവും അവിടെ തന്നെ നിൽക്കണം, അവിടെ തന്നെ നിൽക്ക്, അവിടെ തന്നെ നിൽക്ക്, അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ കാണില്ല, അവിടെ നിൽക്കുക. ഞാൻ പാട്ട് പാടുന്നത് കസിൻസ് എന്ന സിനിമയിലെ എം ജയചന്ദ്രൻ്റെ ചിന്മയി ഹരിചരൻ പാടിയ കേട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് നീയൻ വെണ്ണില എന്ന സോങ്. I
ആയിരം ജന്മമായി ഞാനിരുന്നില്ലയോ ഏകയായി വരൂ നേരമാ നെഞ്ചിലെ കാന്തമാ പാദസ്വരങ്ങൾ കേട്ടു ഞാൻ വേനൽ മാറിയിൽ ഓരോ ചെല്ലുകൾ നീലേ വീശിത്തുവല അറിയാതെ മൂടി താഴ്വര നിരായൻ വെണ്ണിലാത്താവിൻ തേമഴയൻ മഞ്ഞള ഈ പുഞ്ചിരിയിൽ ഈ കൺമുനയിൽ അറിയുന്ന ഹിമബിന്ദു ഞാൻ നീളും ഈ പാതയിൽ നിന്നെയോ കാത്തു ഞാൻ കാതുത്തു എൻ പ്രിയനേ ഈശാവാനമേ പൂനില തുമ്പിനാൽ കാൺമണിയായെന്നോ മലേ കാണാം ശാഖകൾ തേരെ താഴെ വന്നു നീരാഗം മോളോ ശാരികേ പ്രണയാദ്രം പൂക്കും താരകേ നീലപ്പൂക്കൾ ചൂരുമാരാവി മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളം ബാസുരി അതിനു മുമ്പ് അത് ഫേസ്ബുക്ക് ലൈവ് ആക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഭാഷപ്പറ്റി എഴുതിയ ഒരു വായ്ത്താരി കവിത പാടി അവസാനിപ്പിച്ചാലോ? കൂടാമോ? കൂടാ. താരികത്തിത്തകത്തെയ്താരോ താരികത്തിത്തകത്തെയ്താരോ തെയ്താരോ താരികത്തിത്തകത്തെയ്താരോ 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 മാറ്റുദേശത്തെ കവിയാണുണ്ണി മാറ്റു കുറയാതെഴുതുമുണ്ണി ആറ്റിക്കുറുക്കി എഴുതുമുണ്ണി ചേറ്റിക്കൊഴിച്ചെഴുതുമുണ്ണി അംബിക തന്നെ വർത്തമാനം അമ്പോടെ നമ്മോട് ചൊന്നൊരുണ്ണി താരികത്തിത്തകത്തെയ്താരോ മാറ്റുദേശത്തിലെ ഗാന്ധിതൻ പേരുള്ള വായനശാലാചരിതം ചൊല്ലി ഇന്നത്തെ നാടിന്റെ വായന ദുരവസ്ഥ നാടറിയണമെന്നോതിയുണ്ണി ഗ്രാമീണ ശൈലിയിൽ ആ വിരൽ തുമ്പിലൂർന്ന് വീഴുന്നൊരാ കല്ലെഴുത്ത് നമ്മോട് കിന്നോരം ചൊല്ലുവാനെത്തുന്ന കല്ലുവും അങ്ങേറ്റക്കാരനും പിന്നെ ആ അമ്പതാണ്ട പുറത്തമ്മായിയും താരികത്തിത്തകത്തെയ്താരോ
മാറ്റുവേല പണ്ട് ആളഴിഞ്ഞുള്ളൊരു നേരമില്ല വിലമേളം വെടിമേളം കൊയ്ത്തുത്സവം പിന്നെ വേലയും പൂരവും ആട്ടവും പാട്ടവും പകലന്തി പണിചെയ്ത് വിളയച്ചിടും പതിയാവൂടുമേനി പകലന്തി പണി ചെയ്ത് വിളയച്ചിടും പതിയായ വാരെന്നും നൂറുമേനി ഇവരുടെ പിന്മുറക്കാരനുണ്ണി ആണ്ടുകൾ 50 കൈരളി പെണ്ണിന്റെ നടമൊത്ത കാവ്യാനിലാമൊരുക്കി കാമ്പുള്ള വിത്തു വിതയ്ക്കുക കൊയ്തെടുത്താലെന്നും നൂറുമേനെ ഇരുകാലത്ത് ഭയമൊരു ചിതൽ പോലെ വളരും നാളിൽ ചിതലെന്ന കവിതയും നീട്ടി ചൊല്ലി കൗമാര മനസ്സിനെ കീഴടക്കി ഇരുടാവിലെന്നും മുഴുതിങ്കൾ പോൽ മലയാള കവിതയ്ക്ക് ശോഭയേറ്റി രാമാഞ്ഞിടാങ്കാരു കാക്കുമീ പൊന്നുണ്ണി രാമാഞ്ഞിടാൻ കാക്കുമീ പൊന്നുണ്ണി കാവ്യമുറ്റത്തേക്ക് പിച്ച വെച്ചെത്തുന്നൊരു ഉണ്ണിക്കവികളെ ചേർപ്പണച്ചേ കാവ്യമുറ്റത്തേക്ക് പിഷ്ടവെത്തുന്നൊരു ഉണ്ണിക്കവികളെ ചേർത്തണച്ച് കൈപിടിച്ചെന്നും നടക്കുന്നവൻ കൈപിടിച്ചെന്നും നടത്തുന്നവൻ നാടെങ്ങും സാഹിത്യ കേമ്പൊരുക്കി പ്രതിഭകളെ കണ്ടെടുക്കുന്നവൻ നാടെങ്ങും സാഹിത്യ കേമ്പൊരുക്കി പ്രതിഭകളെ കണ്ടെടുക്കുന്നവൻ തളരായവർക്കെന്നും താങ്ങായവൻ ഉണ്ണിയായവരെയും പോറ്റുന്നവൻ തണലായവർക്കെന്നും താങ്ങായവൻ ഉണ്ണിയായവരെയും പോറ്റുന്നവൻ അങ്ങല്ല ഞങ്ങളാണ് ഉണ്ണികൾ കവികളോ ചേർത്തു നിർത്തിയിടണമെന്നുമെന്നും അങ്ങല്ല ഞങ്ങളാണ് ഉണ്ണികൾ കവികളോ ചേർത്തു നിർത്തിയിടണമെന്നുമെന്നും താരികത്തിൽ തകത്തെയ്താരോ താരികത്തിൽ തകത്തെയ്താരോ താരികത്തിൽ തകത്തെയ്താരോ താരികത്തിൽ തകത്തെയ്താരോ. താങ്ക് യു. അപ്പോ 2ാം തീയതിക്കുള്ള വിഭവം കൂടി ആയി. മാഷ ഒന്ന് നന്ദി പറഞ്ഞു. സമയമാണെങ്കിൽ നിർബന്ധമില്ല. ശൈലജവർമ്മ 2 വാക്ക് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. ഒരു ആശംസ കൊടുത്തേ. ശരി കാണാം കേട്ടോ. ചേട്ടനോട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാവ്യശിഖയ്ക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു വാർത്തയാണ് നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന രാവണേട്ടന് ദേശാഭിമാനി പുരസ്കാരം കിട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് അത് ആഘോഷിക്കാനായിട്ട്. ആ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കട്ടെ. രാവണേട്ടന് ഇനിയും അനേകം പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വിനോദ് വിളിച്ചോ. വിനോദ് വിളിക്കും. പക്ഷേ നന്ദി പറയാം.
ഇത്രടം വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പിരിയാൻ പോണ നേരത്ത് ഇതാ ഒരു സൗഭാഗ്യം കൂടി ഇങ്ങനെ തന്നിരിക്കുകയാണ്. സന്തോഷമായി. മാഷോട് കാവിശികയോടും വളരെ 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 ഒരു നന്ദിയും അതിനേക്കാളുപരി ഇപ്പോൾ എന്താ പറയാ, അല്ലെങ്കിൽ അഭിമാനമാണ്. ഇപ്പോൾ അത് വളരെ വളരെ കൂടി. ഇനിയും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അഭിമാന നിമിഷങ്ങൾ സമ്മാനിക്കുന്ന സന്ദർഭങ്ങൾ മാഷിന്റെ മുന്നോട്ടുള്ള യാത്രയിലും നമുക്ക് ഒരുമിച്ചുള്ള യാത്രയിലും ഉണ്ടാകട്ടെ, സാധ്യമാകട്ടെ എന്ന് മാത്രം ഒറ്റവാക്യത്തെ ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു സൗഭാഗ്യ കൂടിച്ചേരൽ നിദാനമായ ദേശാഭിമാനി സാഹിത്യ കവിതാ പുരസ്കാരം ലഭ്യമായ സന്തോഷം ലോകമെങ്ങുമുള്ള ആളുകളുമായി കവിശികയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സുവർണ നിമിഷം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം ഈ ലൈവ് പ്രോഗ്രാം ഏറ്റവും വിജയകരമാക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരുമാണ്. എല്ലാവർക്കും ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് കാവിശികയുടെ ആഭിമുഖ്യം. ഇന്നിവിടെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കണ്ണമാഷാണ്. കണ്ണമാഷക്ക് ഔപചാരികതയുടെ പേരിലും ഈ പരിപാടിയുടെ എല്ലാവരും പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ നന്ദി അറിയിക്കുന്നു. ഇന്നൊരു അത്ര സുഖമുള്ള ദിവസമൊന്നുമല്ല, എന്നിട്ട് കൂടി ഈ പരിപാടി വൻപിച്ച വിജയമാക്കി മാറ്റാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കാവിശിക കുടുംബാംഗങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. എല്ലാത്തിനും ഉപരി ഈ അപൂർവ സൗഭാഗ്യം നമുക്ക് ലഭ്യമാക്കി തന്ന രാവണി മാഷുക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ പരിപാടി സ്വാഗതം ആശംസിച്ച് ഒരു അനുഭവങ്ങൾ പങ്കുവച്ച പ്രിയപ്പെട്ട ടീച്ചർക്കും ജയറാം വായർ മാഷുക്കും അധ്യക്ഷനും പറഞ്ഞു ഞാൻ. അതുപോലെ പിന്നെ സംസാരിച്ച ടീച്ചർ സുഭാഷൻ ടീച്ചർ, അതുപോലെ എല്ലാവർക്കും കാവ്യ അതുകൊണ്ട് ധന്യവാക്കിയ അനീഷ, അപർണ ഉൾപ്പെടെയുള്ള ആളുകൾക്കും, തിയോ പോലെ പാട്ട് നമുക്ക് എന്തിനും മെമ്പുടിയായി സ്നേഹമായി ഒഴുകിയെത്തുന്ന പാട്ട് നമുക്ക് എപ്പോഴും സമ്മാനിക്കുന്ന തിയോയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത. പ്രമോദ് ഭാഷ സംസാരിക്കാൻ വിളിച്ചതാണ് നേരത്തെ, അധ്യക്ഷൻ വിളിക്കേണ്ടായിരുന്നു, കൂട്ടാക്കിയില്ല. ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. ആ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ഔപചാരിക കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിൽ ഭംഗി ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ പരിപാടിയാണ്. ആ നമ്മുടെ പരിപാടിയിൽ കൂടിച്ചേരാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ വൈഷമ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ സദസ്സും നമുക്കുള്ള ഒരു കൂടിച്ചേരൽ സന്തോഷമൊക്കെ പങ്കുവച്ച് ഇവിടെ കുടുംബിനി ഉൾപ്പെടെ കൊച്ചു കൂട്ടുകാരുൾപ്പെടെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ കാവിശികയുടെ നന്ദികൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. സന്തോഷം. എല്ലാവരും പോയി ഉള്ളവർ ചേർത്തൊരു ഫോട്ടോ എടുക്കുന്ന മാഷ